ഫൈസൽക്കാരെ ഹൗസ് വാമിന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു, ഇൻവിറ്റേഷനൊക്കെ അയച്ചു. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. നമ്മൾ കൊണ്ടു നടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരുപാട് സന്തോഷം. പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു ഒരു FB പോസ്റ്റ് കണ്ടിരുന്നു. അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാരുടെ FB പോസ്റ്റ് ആയിരുന്നു. വേറെ ഒന്നല്ല, വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കാന്ന് പറയില്ല. എന്നെ അല്ല, എന്റെ ഫ്രണ്ട്സിനെയാണ്. അപ്പോൾ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾ. കഴിഞ്ഞ 2 ദിവസം മുൻപായിരുന്നു മലബാർ ഫൈസലിന്റെ ഹൗസ് വാമിംഗ് ചടങ്ങുകൾ നടന്നത്. ചലച്ചിത്ര രംഗത്തുള്ള പ്രമുഖരും ബിഗ് ബോസ് താരങ്ങളും പല മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും പങ്കെടുത്ത ചടങ്ങായിരുന്നു നടന്നത്. അതിന്റെ ഫോട്ടോകളും വീഡിയോകളുമൊക്കെ സോഷ്യൽ മീഡിയകളിൽ വൈറലായിരുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ മലബാറിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ ലെസ്ബിയൻ കപ്പിൾസായ ആദിലയും നൂറയും പങ്കെടുത്തിരുന്നു. ഇരുവരുടെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എന്നാൽ ഇവർ വന്നത് തന്റെ അറിവോടെയല്ലെന്ന ഫൈസൽ മലബാറിന്റെ നിലപാട് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹം തന്റെ നിലപാട് അറിയിച്ചത്. 2 പെൺകുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തത് തന്റെ അറിവോടെയല്ല. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും മാതാപിതാക്കളെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ തലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുകയാണ് എന്നായിരുന്നു ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പങ്കുവച്ചത്. സോഷ്യൽ മീഡിയ മുഴുവനും ഇദ്ദേഹത്തിന് എതിരെയായി പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയാണ്. അതേസമയം പോസ്റ്റ് വിവാദമായതോടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ വിവാദ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിക്കുന്ന പോസ്റ്റ് എന്ന വിധത്തിലാണ് ഉയരുന്ന വിമർശനം. മലബാർ ഫൈസലിന്റെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ അതിഥികളെ ക്ഷണിച്ചത് PR ഏജൻസി വഴിയാണ് എന്നാണ് സൂചനകൾ.